മുരിങ്ങക്കായയ്ക്കുള്ള പ്രത്യേകതകൾ വളരെ നന്നായിട്ട് തന്നെ ഇപ്പോൾ എല്ലാവർക്കും അറിയാം. ഞാനിവിടെ പറയുന്നത് കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് തമിഴ്നാട്ടിലെ ഒരു പ്രത്യേക വിഭാഗം ജനങ്ങൾ ഭാര്യമാർ അവരുടെ ഭർത്താക്കന്മാർക്ക് വളരെ അധികമായി മുരിങ്ങക്കായ തോരനോ കറിയിലോ ഉൾപ്പെടുത്തി മുരിങ്ങക്കായ നൽകാറില്ലായിരുന്നു. അതിനുള്ള കാരണം എന്ന് പറയുന്നത് വർദ്ധിതമായ ലൈംഗിക താല്പര്യം വർദ്ധിപ്പിക്കുന്ന ഭക്ഷണമാണ് മുരിങ്ങക്കായ എന്നതിനാലാണ്. മുരിങ്ങക്കായ നൽകുന്നതിലൂടെ, മുരിങ്ങക്കായ ഭക്ഷണത്തിലൂടെ പുരുഷന്മാർ ആഹരിക്കുന്നതിലൂടെ ലൈംഗിക ഉത്തേജനം അധികമായി ലഭിക്കുന്നു എന്ന കാഴ്ചപ്പാടായിരുന്നു ഇതിനടിസ്ഥാനം എന്നാണ് പറയുന്നത്. അതായത് ഉദ്ധാരണക്കുറവ് പോലുള്ള പ്രശ്നങ്ങൾക്ക് വളരെ നല്ലൊരു ഔഷധമായി തന്നെ നമുക്ക് ഇത് മനസ്സിലാക്കാവുന്ന കാര്യമേ ഉള്ളൂ, മുരിങ്ങക്കായയുടെ ഈ പ്രത്യേകത. മറ്റനവധി ഗുണങ്ങളുണ്ട് മുരിങ്ങക്കായയ്ക്ക്. അതിലൊന്നാണ് മുരിങ്ങക്കായയുടെ രക്തശുദ്ധീകരിക്കാനുള്ള പ്രത്യേകമായ കഴിവ്. രക്തശുദ്ധീകരണത്തിന് മുരിങ്ങക്കായയും മുരിങ്ങയിലയും വളരെ നല്ലതാണ്. ശക്തിയുള്ള എല്ലുകൾക്കും മുരിങ്ങക്കായ കഴിക്കുന്നത് വളരെ നല്ലതാണ്. കാൽസ്യവും അയണും ധാരാളമായി അടങ്ങിയിട്ടുള്ളതാണ് മുരിങ്ങക്കായയും മുരിങ്ങയിലയും. ഗർഭിണികൾക്ക് മാത്രമല്ല, മുലയൂട്ടുന്ന അമ്മമാർക്കും മുരിങ്ങക്കായ കഴിക്കുന്നതും മുരിങ്ങ ഇല കഴിക്കുന്നതും നല്ലതാണ്. മുലയൂട്ടുന്ന അമ്മമാർക്കും മുലപ്പാൽ വർദ്ധിപ്പിക്കാൻ തികച്ചും സ്വാഭാവികമായ ഒരു വഴിയാണ് മുരിങ്ങക്കായ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക എന്നത്. മുരിങ്ങക്കായക്ക് അണുബാധകളെ തടയാനുള്ള പ്രത്യേക കഴിവുണ്ട്. വയറ്, നെഞ്ച്, തൊണ്ട എന്നിവിടങ്ങളിൽ ഉണ്ടാകുന്ന ഇൻഫെക്ഷൻ, അണുബാധകളെ ഒഴിവാക്കാനായിട്ട് ഒരു പ്രത്യേക കഴിവും മുരിങ്ങക്കായയ്ക്കും ഇലയ്ക്കുമുണ്ട്. വയറിനുണ്ടാകുന്ന അസ്വസ്ഥതകളും മലബന്ധം പോലുള്ള പ്രശ്നങ്ങളും തടയാൻ മുരിങ്ങക്കായയും ഇലയും നല്ലതാണ്. മുരിങ്ങക്കായ കഴിച്ചാൽ ആസ്മ പോലുള്ള അസുഖങ്ങൾക്കും വളരെ നല്ലതാണ്. മുരിങ്ങക്കായയുടെ തോരനും ഇലയുടെ തോരനും ഇതിനായി ഉപയോഗിക്കാവുന്നതാണ്. ഇതല്ലാതെ വളരെയധികം ഗുണങ്ങൾ മുരിങ്ങക്കായ്ക്കുണ്ട്, മുരിങ്ങ ഇലയ്ക്കുമുണ്ട്. ഒട്ടനവധി വിറ്റാമിൻസും മിനറൽസും മറ്റു ഭക്ഷണങ്ങളെക്കാൾ ഉപരി മുരിങ്ങയിലയിലും മുരിങ്ങക്കായയിലും അടങ്ങിയിരിക്കുന്നു. എങ്കിലും സാധാരണമായി നമ്മുടെ ഉപയോഗത്തിൽ ഏറ്റവും വർദ്ധിച്ചു നിൽക്കുന്ന മുരിങ്ങക്കായയുടെ ഉപയോഗം ചൂണ്ടിക്കാണിക്കേണ്ടത് ഇന്ത്യൻ വയാഗ്ര എന്ന് തന്നെ പറയാം മുരിങ്ങക്കായയെ. അത്രയും ഫലവത്തായ, അല്ലെങ്കിൽ ഉദ്ധാരണക്കുറവ് പോലുള്ള പ്രശ്നങ്ങൾക്ക് ഇന്നും പാരമ്പര്യമായി ഉപയോഗിക്കുന്ന ഭക്ഷണപദാർത്ഥം മാത്രമാണ്. ഭക്ഷണമാണ് മരുന്ന് എന്ന് കരുതുന്നവർ ഇന്നും ഉപയോഗിക്കുന്ന ഒന്നാണ് മുരിങ്ങക്കായ. Thank you for watching this video.